ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, ബി.ജെ.പിയിലെ സമുന്നതനായ നേതാവ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആ രീതിയിലുള്ള നോമിനേഷൻ നൽകിയിരിക്കുന്നു. നേരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവി അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുള്ള, കൂത്തുപറമ്പിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള, ഒപ്പം തന്നെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള, രണ്ട് കാലുകളും ഛേദിക്കപ്പെട്ടിട്ടുള്ള, അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരാണ് ആ രീതിയിലുള്ള നോമിനേഷൻ നൽകിയിരിക്കുന്നത്. ഓർക്കുക, 2016 വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അക്രമ രാഷ്ട്രീയ വാർത്തയുണ്ടായിരുന്നു. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ അന്ന് CPIM പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസുണ്ടായിരുന്നു. അതിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPIM-കാരായ 8 പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ശരിവെക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 2 കാലും ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാഷിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ഉചിതമാണ് എന്ന് അന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സി സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട് എന്നുള്ളതാണ്.